Radio Lime News Update. Brought to you by Joy Alucas, world's favorite jeweler. London നഗരത്തിലെ ഏറ്റവും വലിയ ജ്വല്ലറി ഷോറൂം 1 and 2 Carlton Terrace, Green Street, London. നമസ്കാരം, ലൈം ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. വാർത്തകളുമായി അരുൺ. ചെലവുകൾ ചുരുക്കി നികുതികൾ കൂട്ടി ജനങ്ങൾക്ക് പ്രഹരം നൽകാൻ റേച്ചൽ റീവ്സിന്റെ ഒക്ടോബർ ബഡ്ജറ്റ്. ശമ്പള വർധനയും മറ്റുമായി പൊതുഖജനാവിന് അധിക ബാധ്യത വരുന്നതും ജനങ്ങളുടെ ചുമലിൽ വയ്ക്കാൻ ലേബർ സർക്കാർ. ഒക്ടോബർ ബഡ്ജറ്റിൽ നികുതികൾ വർദ്ധിപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ചാൻസലർ റേച്ചൽ റീവ്സ്. ഇതിനു പുറമെ ചെലവുകൾ ചുരുക്കുകയും ബെനിഫിറ്റുകൾ നൽകുന്നത് കടുത്ത നിയന്ത്രണത്തിൽ വരുത്തുകയും ചെയ്യും. സമ്പദ് വ്യവസ്ഥ വളർച്ച നേടുന്നുണ്ടെങ്കിലും ഇത് പൊതുഖജനാവിന് കാര്യമായി ഗുണം ചെയ്യില്ല എന്നാണ് ട്രഷറി പറയുന്ന ന്യായം. ബ്രിട്ടന്റെ സാമ്പത്തിക രംഗം മോശമാണെന്ന് പലതവണ ലേബർ ഗവൺമെന്റും ചാൻസലറും ആവർത്തിച്ചെങ്കിലും G7 രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ വളർച്ചയുള്ള രാജ്യം ബ്രിട്ടനാണെന്നാണ് കണക്കുകൾ പുറത്തുവരുന്നത്. ബ്രിട്ടനാണെന്ന് കണക്കുകൾ പുറത്തുവന്നത് ഈ വാദങ്ങൾ ഖണ്ഡിച്ചിരുന്നു. 2024 ആദ്യ പകുതിയിൽ പ്രതീക്ഷിച്ചതിലും ഉയർന്ന വളർച്ച നേടിയാലും ഖജനാവിലെ പോരായ്മ പരിഹരിക്കാൻ മതിയാകില്ലെന്നാണ് റീവ്സിന്റെ വാദം. കടമെടുപ്പ് ചെലവുകൾ ചുരുക്കാൻ ആശുപത്രികൾ നിർമ്മിക്കുന്നതുൾപ്പെടെ ടോറി ഗവൺമെന്റിന്റെ പല പദ്ധതികളും ചാൻസലർ നിർത്തിവെച്ചിരുന്നു. എന്നാൽ ഒക്ടോബർ 30 അവതരിപ്പിക്കുന്ന 2010 ശേഷമുള്ള ലേബറിന്റെ ആദ്യ ബഡ്ജറ്റിൽ കാര്യങ്ങൾ കൂടുതൽ കടുപ്പിക്കുമെന്ന് തന്നെയാണ് ട്രഷറി വ്യക്തമാക്കുന്നത്. ലേബർ ഗവൺമെന്റ് അധികാരത്തിലെത്തുമ്പോൾ നികുതികൾ കൂട്ടി ജനങ്ങൾക്ക് അധിക ഭാരം സമ്മാനിക്കുമെന്ന് എതിരാളികളായ ടോറികൾ തിരഞ്ഞെടുപ്പ് കാലത്ത് വലിയ പ്രചാരണം നടത്തിയിരുന്നു. നല്ല ജോലിയും മെച്ചപ്പെട്ട വേതനവും മോഹിച്ച് UK കെയർ മേഖലയിൽ എത്തുന്ന വിദേശ കെയർ ജീവനക്കാർക്ക് ദുരിത ജീവിതം. സ്വപ്നം കണ്ടെത്തിയ ജോലിയും ജീവിതത്തിനും പകരം ചൂഷണത്തിന് വിധേയമാവുകയാണ് അവർ. ചൂഷണത്തിന് വിധേയമാകുന്നുവെന്ന് പരാതിപ്പെടുന്ന വിദേശ കെയർ ജീവനക്കാരുടെ എണ്ണത്തിൽ 6 മടങ്ങ് വർധന രേഖപ്പെടുത്തുന്നുവെന്ന് കണക്കുകൾ പുറത്തുവരുന്നു. കഴിഞ്ഞ 3 വർഷത്തിനിടെ ചൂഷണത്തിന് ഇടയാക്കുന്ന കരാറുകളിൽ പെട്ടതായി റിപ്പോർട്ട് ചെയ്ത വിദേശ സോഷ്യൽ കെയർ ജോലിക്കാരുടെ എണ്ണത്തിൽ 6 ഇരട്ടി വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. ബ്രിട്ടീഷ് കെയർ സിസ്റ്റം കുടിയേറ്റക്കാരെ വ്യാപക ചൂഷണത്തിന് ഇരയാക്കുന്നതിന് പുതിയ തെളിവാണ് ഈ കണക്കുകൾ. റോയൽ കോളേജ് ഓഫ് നഴ്സിംഗ് നൽകുന്ന ഡേറ്റ പ്രകാരം 2023-24 വർഷത്തിൽ തങ്ങളെ കെയർ ജോലിക്കാർ 134 തവണ ബന്ധപ്പെട്ടതായി വ്യക്തമാക്കുന്നു. ജോലി ഉപേക്ഷിച്ചാൽ വിസ പ്രോസസിംഗ് ഉൾപ്പെടെയുള്ളവയ്ക്കായി ചെലവാക്കിയ തുകയ്ക്ക് സമാനമായി വലിയ തോതിൽ എംപ്ലോയർമാർ പണം ആവശ്യപ്പെടുന്നുവെന്നാണ് ഇവർ അറിയിച്ചത്. 3 വർഷം മുൻപ് വെറും 22 പരാതികൾ ലഭിച്ച സ്ഥാനത്താണ് ഈ കുതിപ്പ്. വിദേശത്ത് നിന്നും റിക്രൂട്ട് ചെയ്യുന്ന കെയർമാരെ കടുത്ത ചൂഷണത്തിനാണ് വിധേയമാക്കുന്നത്. 10,000 പൗണ്ട് വരെ തിരിച്ചു നൽകണമെന്ന് ആവശ്യപ്പെട്ട കേസുകളുണ്ട്. എതിർത്താൽ നാട് കടത്തുമെന്ന് ഭീഷണിയുള്ളതായി RCN ജനറൽ സെക്രട്ടറി നിക്കോള റേഞ്ചർ പറയുന്നു. നഴ്സുമാർക്കും ഹെൽത്ത് കെയർ ജീവനക്കാർക്കും 5.5% ശമ്പള വർധന ഓഫർ ചെയ്ത NHS സ്കോട്ട്ലാൻഡ്. സ്കോട്ട്ലൻഡിലെ NHS നഴ്സുമാർക്കും ഹെൽത്ത് കെയർ ജീവനക്കാർക്കും 5.5% ശമ്പള വർധന ഓഫർ. പുതിയ കരാറിനായി മാസങ്ങൾ നീണ്ട സമ്മർദ്ദമാണ് വേണ്ടി വന്നതെന്ന് യൂണിയനുകൾ വ്യക്തമാക്കി. 2024-25 വർഷത്തേക്കുള്ള ശമ്പള വർധനവിന് ഏപ്രിൽ മുതൽ മുൻകാല പ്രാബല്യമുണ്ടാകും. മിഡ്വൈഫർമാർ, പാരാമെഡിക്കലുകൾ, അലൈഡ് ഹെൽത്ത് പ്രൊഫഷണലുകൾ, പോർട്ടർമാർ എന്നിങ്ങനെയുള്ള ഏകദേശം 17,000 ജീവനക്കാരാണ് ഇതിൽ ഉൾപ്പെടുന്നത്. പദ്ധതി നടപ്പാക്കാൻ 448 മില്യൺ പൗണ്ട് ചെലവ് വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇംഗ്ലണ്ടിലെ NHS ജീവനക്കാർക്ക് അനുവദിച്ച ഓഫറിന് സമാനമാണ് ഈ ഡീലും. യൂണിയനുകൾ ഇത് അംഗീകരിക്കാൻ തയ്യാറായാൽ UKയിലെ ഏറ്റവും മികച്ച NHS പാക്കേജ് ലഭിക്കുമെന്ന് സ്കോട്ടിഷ് ഗവൺമെന്റ് അവകാശപ്പെട്ടു. അതേസമയം ഡോക്ടർമാർ ഈ പേ ഓഫറിൽ ഉൾപ്പെടുന്നില്ല. അവർ ശമ്പള വർധന സ്വന്തം നിലയിലാണ് തേടുന്നത്. ജീവിത ചെലവ് പ്രതിസന്ധി വർദ്ധിക്കുമ്പോൾ കാത്തിരിപ്പിച്ച സ്കോട്ടിഷ് ഗവൺമെന്റ് നടപടിയിൽ രോഷമുള്ളതായി സ്കോട്ട്ലൻഡ് റോയൽ കോളേജ് ഓഫ് നഴ്സിംഗ് ഡയറക്ടർ കോളിൻ പൂൽമാൽ പറഞ്ഞു. RCN ഉൾപ്പെടെ യൂണിയനുകളാണ് അജണ്ട ഫോർ ചേഞ്ച് ജീവനക്കാർക്കായി പേ ഓഫർ പരിഗണിക്കുന്നത്. UKയിലെ ആരാധകരെ നേരിൽ കാണാൻ ടോവിനോയും സുരഭി ലക്ഷ്മിയും മാഞ്ചസ്റ്ററിലേക്ക്. UKയിലെ ആരാധകരെ നേരിൽ കാണുന്നതിനും സിനിമാ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നതിനുമായി മലയാളത്തിന്റെ പ്രിയപ്പെട്ട താരങ്ങൾ ടോവിനോ തോമസും സുരഭി ലക്ഷ്മിയും മാഞ്ചസ്റ്ററിലെത്തുന്നു. പുതിയ ചിത്രം അജയന്റെ 2ാം മോഷണത്തിന്റെ റിലീസിന് മുന്നോടിയായി ഫോറം സെന്ററിൽ സെപ്റ്റംബർ 1 സിനിമ അണിയറ പ്രവർത്തകർ ഇംഗ്ലണ്ടിലെത്തുന്നത്. ഉച്ചയ്ക്ക് ശേഷം 2 മണി മുതലായിരിക്കും സംഗമം. സിനിമയുടെ ട്രെയിലർ പ്രദർശനം, സിനിമയിലെ പാട്ടുകളുടെ അവതരണം, സൗഹൃദ സംഭാഷണം തുടങ്ങി ആരാധകർക്ക് മറക്കാനാവാത്ത അനുഭവങ്ങൾ സമ്മാനിക്കുന്നതായിരിക്കും ഇവിടെ സംഘടിപ്പിക്കുന്ന പ്രീ ലോഞ്ച് മഹോത്സവം. ഗംഭീര സ്റ്റേജ് ഷോയും DJ പാർട്ടിയും ഒരുക്കുന്നുണ്ട്. പ്രവേശനം സൗജന്യം. ആദ്യം എത്തുന്നവർക്കായിരിക്കും മുൻഗണന. ഇനി നാട്ടിലെ വാർത്തകൾ. ഒഴിവാക്കിയത് സർക്കാരിന്റെ ഓണം വാരാഘോഷ പരിപാടി മാത്രമെന്ന് മുഖ്യമന്ത്രി. ബാക്കി കാര്യങ്ങൾ മുറ പോലെ നടക്കും. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ഒഴിവാക്കിയത് സർക്കാർ നടത്തുന്ന ഓണം വാരാഘോഷ പരിപാടികൾ മാത്രമാണ് എന്ന്
മുഖ്യമന്ത്രി പിണറായി വിജയൻ. സർക്കാർ ആഭിമുഖ്യത്തിലുള്ള ആഘോഷങ്ങൾ മാത്രമാണ് ഒഴിവാക്കിയിരിക്കുന്നത്. ബാക്കി എല്ലാ കാര്യങ്ങളും മുറ പോലെ നടക്കും. കച്ചവടക്കാരും കലാകാരന്മാരും ആശങ്കപ്പെടേണ്ടതില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഓണം കേരളത്തിന്റെ ആകെ ഉത്സവമാണ്. എല്ലാ ജനവിഭാഗങ്ങളും ഒത്തുചേരുന്ന ഉത്സവം നാടിന്റെ ഐക്യത്തിന്റെയും സഹോദര്യത്തിന്റെയും പ്രതിഫലനമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഓണത്തോടനുബന്ധിച്ച് സംസ്ഥാനത്തെ AAY റേഷൻ കാർഡ് ഉടമകൾക്ക് 13 ഭക്ഷ്യോൽപ്പന്നങ്ങളടങ്ങിയ ഓണക്കിറ്റ് വിതരണം ചെയ്യുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കൂട്ടിച്ചേർത്തു. 6 ലക്ഷം പേരാണ് ഗുണഭോക്താക്കളാകുന്നത്. 36 കോടി രൂപ ചെലവ് പ്രതീക്ഷിക്കുന്നുവെന്നും മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. രാജ്യസഭയിൽ ഭൂരിപക്ഷം നേടാൻ കണ്ണും നട്ട് BJP. ജോർജ് കുര്യനടക്കം 9 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. രാജ്യസഭാ ഉപതെരഞ്ഞെടുപ്പിലേക്ക് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യനടക്കം 9 സ്ഥാനാർത്ഥികളുടെ പേരുകൾ BJP പ്രഖ്യാപിച്ചു. ജോർജ് കുര്യൻ മധ്യപ്രദേശിൽ നിന്ന് രാജ്യസഭയിലേക്ക് മത്സരിക്കും. കേന്ദ്രമന്ത്രി റവനീത് സിംഗ് ബിട്ടു രാജസ്ഥാനിൽ നിന്നും മത്സരിക്കും. കിരൺ ചൗധരി ഹരിയാന, മമത മോഹന്ത ഒഡീഷ, രാജീവ് ഭട്ടാചാർജി ത്രിപുര, ധൈര്യശീൽ പാട്ടീൽ മഹാരാഷ്ട്ര, മനൻ കുമാർ മിശ്ര ബീഹാർ, മിഷൻ രഞ്ജൻ ദാസ് അസം, രമേശ്വർ തെലി എന്നിവരാണ് മറ്റ് സ്ഥാനാർത്ഥികൾ. 12 രാജ്യസഭാ സീറ്റിലേക്കുള്ള തെരഞ്ഞെടുപ്പ് സെപ്റ്റംബർ 3 നടക്കും. നാമനിർദ്ദേശ പത്രികാ സമർപ്പണം ഓഗസ്റ്റ് 14 മുതൽ ഇന്ന് വരെയാണ്. ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട സിറ്റിംഗ് അംഗങ്ങളായ കേന്ദ്രമന്ത്രിമാർ പീയൂഷ് ഗോയൽ, സർബാനന്ദ സോനോവാൾ, ജ്യോതിരാദിത്യ സിന്ധ്യ എന്നിവരുടേതടക്കം 10 സീറ്റുകളിൽ ഒഴിവ് വന്നിരുന്നു. ഇനി സ്പോർട്സ് വാർത്തകൾ. ഒരു ഓവറിൽ 36 റൺസ്. യുവരാജിന്റെ റെക്കോർഡ് തകർത്ത് ഡാരിയസ്. അന്താരാഷ്ട്ര T20 ക്രിക്കറ്റിൽ 17 വർഷത്തെ റെക്കോർഡ് തകർത്ത് സെമോവൻ ബാറ്റർ ഡാരിയസ് ഫിസർ. T20യിൽ ഒരു ഓവറിൽ 39 റൺസാണ് സെമോവർ താരം അടിച്ചെടുത്തത്. ICC T20 ലോകകപ്പ് സബ് റീജിയണൽ ഈസ്റ്റ് ഏഷ്യ പസഫിക് ക്വാളിഫയർ മത്സരത്തിലാണ് താരത്തിന്റെ റെക്കോർഡ് പ്രകടനം. ഇതോടെ അന്താരാഷ്ട്ര T20യിൽ ഒരു ഓവറിൽ 36 റൺസ് എടുത്ത മുൻ ഇന്ത്യൻ താരം യുവരാജ് സിംഗിന്റെ റെക്കോർഡാണ് ഡാരിയസ് മറികടന്നത്. ലോകകപ്പ് ക്വാളിഫയറിൽ വന്നൌത്തുക്കെതിരായ മത്സരത്തിലാണ് താരത്തിന്റെ റെക്കോർഡ് പ്രകടനം. PSG-യെ കുരുക്കാൻ എംബാപ്പെ. ഫ്രഞ്ച് ലീഗ് 1 ഫുട്ബോൾ ക്ലബ് പാരീസ് സെയിന്റ് ജർമ്മനിക്കെതിരെ പരാതിയുമായി സ്ട്രൈക്കർ കിലിയൻ എംബാപ്പെ. PSG 55 ലക്ഷം യൂറോ കിട്ടാനുണ്ടെന്ന് കാണിച്ച് എംബാപ്പെ ഇക്കാര്യം ചൂണ്ടിക്കാണിച്ചു. എംബാപ്പെ പ്രൊഫഷണൽ ഫുട്ബോൾ ലീഗ് കമ്മിറ്റിക്ക് പരാതി നൽകി. യുവേഫയ്ക്കും താരം പരാതി നൽകിയിട്ടുണ്ട്. എംബാപ്പയുടെ പരാതി ശരിയാണെന്ന് ബോധ്യമായാൽ PSG-യെ ചാമ്പ്യൻസ് ലീഗിൽ നിന്ന് പുറത്താക്കുന്നത് പോലുള്ള നടപടി ഉണ്ടാകും. എംബാപ്പെ PSG-യിൽ നിന്ന് സ്പാനിഷ് ക്ലബ് റയൽ മാഡ്രിഡിലേക്ക് കൂടുമാറിയിരുന്നു. PSG-യുടെ പ്രധാന ഓഹരി പങ്കാളി ഖത്തർ സ്പോർട്സ് ഇൻവെസ്റ്റ്മെന്റ് കരാർ തുക നൽകാൻ ബാക്കിയുണ്ട് എന്നാണ് എംബാപ്പയുടെ പരാതി. ഇനി ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് 109.26 ഇന്ത്യൻ രൂപയാണ് ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക്. ഇതോടെ ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. അടുത്ത ബുള്ളറ്റിനുമായി വരും മണിക്കൂറുകളിൽ കേട്ടുമുട്ടാം. നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും. Radio Lime.